18 വർഷമായി സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയായിരുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയതിൽ അതിയായ സന്തോഷമെന്ന് റഹീമിന്റെ ഉമ്മ ന്യൂസ് മലയാളത്തോട്. റഹീമിന്റെ മോചനത്തിനായി സഹായിച്ച എല്ലാവരോടും നന്ദി. മകനെ നേരിൽ കാണാൻ കാത്തിരിക്കുകയാണെന്നും റഹീമിന്റെ അമ്മ പാത്തുമ്മ പറഞ്ഞു. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെ ജഡ്ജ്മെന്റ് കിട്ടൂലേ? നാളെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും അടുത്ത സിറ്റിംഗ് ഉണ്ടാവും. എന്താ അവിടെ സെല്ലിലുള്ളവരൊക്കെ എന്താ പറയുന്നേ? എല്ലാവർക്കും വിളിച്ചോണ്ടിരിക്കാണ്. എല്ലാരും അറിഞ്ഞിട്ടുണ്ട്, ചാനലുകാരൊക്കെ എല്ലാരും ഉണ്ട് ഇവിടെ. എല്ലാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരോടൊക്കെ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാളി. ചാനലുകാരുണ്ട് ഇവിടെ. അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ അബ്ദുൾ റഹീമിന്റെ ഉമ്മയോടൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഉമ്മ ഏറെ കാലമായി കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താ ഉമ്മയ്ക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് നാൾ കാത്തിരുന്നാണ് ഇത്തരത്തിലൊരു വാർത്ത അറിയാൻ വേണ്ടി. സന്തോഷം എൻ്റെ കുട്ടീനെ എത്തിച്ച് കാട്ടി തന്നെ സന്തോഷം ഉണ്ടാവും. മക്കളെ സന്തോഷം പറയാനില്ല. തോതിലെത്തി കിട്ടിയല്ലോ എന്ന് അതാണ് ശ്രദ്ധിക്കുക. കണ്ടാലല്ലാതെ സമാധാനം തരില്ല. ഉമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഉമ്മയോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വാർത്ത ഇങ്ങോട്ടേക്ക് അറിയുന്നത്? ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മളെ നാടും വളരെ സന്തോഷത്തിലാണ്. ഏകദേശം ഒരു മാസത്തിനകം റിലീസാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി റിലീസിംഗ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരേണ്ടി വരും. നമ്മുടെ രാജ്യം അല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമങ്ങളുടെ പൂർത്തീകരണമായതിനു ശേഷം നമുക്ക് റിലീസിംഗ് ഓർഡർ കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു മാസത്തിനകം റിലീസാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കോടതി നടപടികളൊക്കെ നടന്നു. അതിനുശേഷം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ അബ്ദുൾ റഹീമായിട്ട്? എല്ലാവരും സംസാരിച്ചു. ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. റഹീം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, സഹോദരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റഹീം പറഞ്ഞതെന്ന് വെച്ചാൽ, റഹീം പറഞ്ഞതിന് മുന്നേ തന്നെ അവിടുത്തെ റിയാദ് കമ്മിറ്റിൻ്റെ ആളുകൾ തന്നെ നമ്മുടെ പാറോഫറ്റണിയായ സിദ്ദീഖ തൂര് അവർ ഉമ്മനായിട്ട് വിളിച്ച് പിന്നെ വീഡിയോ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഷ്റഫ് വാങ്ങാട്ട് അവരൊക്കെ ഇപ്പോൾ വിളിച്ച് ഉമ്മായിട്ട് സംസാരിച്ചിട്ടുണ്ട്. റഹീം വിളിച്ചപ്പോഴും പറഞ്ഞത് ഇനി തടസ്സങ്ങളൊന്നുമില്ല, ഇനി അടുത്ത സിറ്റിംഗ് എത്രയും പെട്ടെന്ന് അടുത്ത സിറ്റിങ്ങിൽ എന്തായാലും പുറത്തിറങ്ങാനുള്ള ഒരു ഓർഡർ എന്തായാലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അബ്ദുൾ റഹീമിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാതൃകയാണ്. കാരണം കേരളം കുറഞ്ഞ സമയം കൊണ്ട് അത്രയും വലിയൊരു ധനം സമാഹരിച്ചുണ്ടാക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകൾ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ റഹീം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? അതായത് സൗദി അറേബ്യയിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗൾഫിലെ സംബന്ധിച്ചിടത്തോളം വളരെ ദൈർഘ്യമേറിയ ഒരു മിഷനാണ് റഹീമിൻ്റെ മോചനമായിട്ട് ബന്ധപ്പെട്ട്. നിരവധി ആളുകൾ, നിരവധി സംഘടനകൾ, ലോകത്താകമാനുള്ള നന്മയുള്ള മനുഷ്യർ അവർ അവസാനം വരെ ഇതിനു വേണ്ടി ധനസമാഹരണത്തിന് വേണ്ടി, നിയമ പോരാട്ടത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട്. സോഷ്യൽ മീഡിയയിലായാലും എല്ലാ മാധ്യമങ്ങളും വളരെ നന്നായിട്ട് ഈ മിഷനോട് സഹകരിച്ചു. അതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഉണ്ടായത്. കോടതി വധശിക്ഷ റദ്ദാക്കി ആ ചെക്ക് 15 മില്യൻ്റെ ചെക്ക് അവർ സ്വീകരിച്ചു. ഇനി കുറച്ച് നടപടിക്രമങ്ങൾ മാത്രം. അത് കഴിഞ്ഞാൽ റഹീം ഉടനെ മോചിതനാകുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോഴും അത്രത്തോളം വിശ്വാസമായിട്ടില്ല. എങ്കിലും എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഒരു മാസത്തെ സമയമാണ് പറയുന്നത്, പക്ഷേ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ റഹീം എത്തും. ഉമ്മയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് മോനെ കാണാനുള്ളൊരു അവസരമാകും അത്. അങ്ങനെ നമുക്ക് തുടർന്ന് ആ ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. എല്ലാവിധ പ്രാർത്ഥനകളും സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. കുട്ടി വിളിച്ചത് ഇപ്പോൾ ഈ സഹായം കൊണ്ടിട്ടല്ലേ. ഇന്നിപ്പോ നേരിട്ട് മൊബൈലിൽ കണ്ട് നേരിട്ട് സംസാരിച്ചില്ലേ? ഉമ്മയുടെ കൂടെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ റഹീം എത്തുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉണ്ടാവും. അപ്പോൾ സന്തോഷത്തോടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ സുൽത്താനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.